ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗെന്നോ കുക്കിംഗ് വ്ളോഗെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ബിക്കോസ് ഞാൻ ഇത് സ്റ്റാർട്ടാക്കിയത് ഈവനിങ് വ്ളോഗായിട്ടാണെങ്കിലും എൻ്റെ ആവണത് കുക്കിംഗ് വ്ളോഗിലാണ്. എൻ്റെ വർക്ക് നോർമലി കഴിയണത് ഒരു 6-6:30 ആ ഒരു ടൈമിലാട്ടോ വർക്ക് കഴിയാറുള്ളൂ. ഇന്നലെ നേരത്തെ കഴിഞ്ഞ് 4 മണിയായപ്പോഴത്തേക്കും വർക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ ഒരു കുക്കിംഗ് വ്ളോഗ് ഒരു മിനി വ്ളോഗ് അങ്ങ് എടുക്കാമെന്ന്, ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര വെയിൽ. ഇപ്പോൾ വെയിലും ചൂടും ഒക്കെ ഭയങ്കര നേരത്തെ വന്നു ഈ പ്രാവശ്യം. വെയിലല്ല, ചൂട് ഭയങ്കര നേരത്തെ വന്നു ഈ പ്രാവശ്യം. അങ്ങനെ ഞാൻ ഓടിത്തുള്ളി ഇറങ്ങുന്നത് ഐസ്ക്രീം മേടിക്കാനായിട്ടോ. നമ്മുടെ താഴത്ത് തന്നെ ഐസ്ക്രീം കടയുണ്ട്. ഐസ്ക്രീം കടയല്ല, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ താഴത്തോട്ട് വന്നു. ഐസ്ക്രീമൊക്കെ ഞാൻ ഓൾമോസ്റ്റ് 1.5-2 മാസമായി കഴിച്ചിട്ട്. ആ പിങ്ക് ഐസ്ക്രീം മേടിക്കാൻ പോയാൽ ഞാൻ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം കൊണ്ടാണ് തിരിച്ച് കയറിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐസ്ക്രീം ഒരു പുതിയ ഫ്ലേവറാണ്, ഒരു ചില്ലി ഗുവ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവറാണ്. അപ്പോൾ എനിക്കൊരു ഇത് വന്ന് അവിടെ ചെന്നപ്പോൾ ഒരു തോന്നൽ വന്നു. ബൈ ചാൻസ് ഞാൻ അത് മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് നഷ്ടമായി പോകത്തില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് മേടിക്കേണ്ട, സുബീഷേട്ടനും കൂടി ഉള്ളപ്പോൾ അത് മേടിപ്പിക്കുക. അപ്പം ബൈ ചാൻസ് കൊള്ളില്ലെങ്കിൽ പുള്ളി നിന്നോളൂ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ താഴത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഫ്രൂട്ടോമാൻസിൻ്റെ മറ്റേ വീറ്റ് ന്യൂഡിൽസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂഡിൽസ് വേവിക്കാനിട്ട് ഇതിലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണേ, സ്റ്റിക്ക് ആവാതിരിക്കാനാണ് വെന്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നൈറ്റിലേക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കേണ്ടല്ലോ. ആ ഒരു 6:30-7 മണിക്ക് ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയർ ഫില്ലാവും. പിന്നെ രാത്രി എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് നട്ട്സും കഴിച്ചാൽ സംഭവം തീർന്നു. ഈ ക്യാരറ്റിൽ നിന്ന് വെള്ളം തെറിക്കണം കേട്ടോ. ഭയങ്കര ഫ്രഷ് ക്യാരറ്റായിരുന്നേ. നമ്മുടെ ഈ ഊട്ടിയിൽ നിന്നൊക്കെ മേടിക്കണ പോലത്തെ ക്യാരറ്റില്ലേ, അങ്ങനത്തെ ടൈപ്പ് ക്യാരറ്റായിരുന്നു. ഭയങ്കര ഫ്രഷായിരുന്നു. പിന്നെ ഞാനിതിലായിട്ട് അധികം വെജീസ് ഒന്നും എടുത്തിട്ടില്ല. ക്യാബേജും സവോളയും ക്യാരറ്റും മാത്രമേ എടുത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരറ്റിൻ്റെ കൂടെ ഒരു ഗ്രീൻ സാധനം അവിടെ ഇരിക്കേണ്ടപ്പോൾ ഞാൻ ബീൻസാണെന്ന് വിചാരിച്ചു. പിന്നെ തുറന്നു നോക്കിയപ്പോഴാണ് അത് അച്ചിങ്ങാന്ന് മനസ്സിലായത്. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ ഇട്ടാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ക്യാബേജും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് പോർഷനാണ് എടുത്തുള്ളൂ. സവോളയും ഒരു ഹാഫാണ് എടുത്തുള്ളൂ. ക്യാരറ്റ് അത് ഞാൻ മൊത്തം എടുത്തില്ല. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അരിഞ്ഞ് വെക്കണേൽ കൂടുതൽ ഞാൻ എൻ്റെ വായിലിട്ട് ഇടുകയാണ് ചെയ്തത്. ഞാൻ തിന്ന് പകുതി ക്യാരറ്റ് ഞാൻ തിന്ന്. ആ 2 പീസിൽ നിന്ന് ഒരു പീസ് ഞാൻ തിന്നിട്ട് ബാക്കി പീസ് മാത്രമാണ് ഇതിലായിട്ട് എടുത്തുള്ളൂ. അങ്ങനെ ക്യാരറ്റൊക്കെ അരിഞ്ഞ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ക്യാരറ്റായിരുന്നേ. ഭയങ്കര ഫ്രഷ് ആയിരുന്നു, ഭയങ്കര മധുരമായിരുന്നു. പിന്നെ സവോള ഇതുപോലെ തന്നെ ഒരു സവോളയുടെ ഹാഫായിട്ട് എടുത്തിട്ടുള്ളൂ. കുറച്ചല്ല ന്യൂഡിൽസ് ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുക്കണത് നമ്മുടെ ക്യാബേജാണ്. ക്യാബേജ് അതുപോലെ തന്നെ ഞാൻ ആ അരിഞ്ഞ് വെച്ച പോർഷൻ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. ആ അരിയാത്ത ആ പ്ലേറ്റിലുള്ളതോ ആ കട്ടിംഗ് ബോർഡിലുള്ളതൊന്നും എടുത്തിട്ടില്ല. ആ അരിഞ്ഞ് വെച്ച മാത്രം എടുത്തുള്ളൂ. എന്താ വെച്ചാൽ ഇത്ര ഉള്ളൂ ആകെ ന്യൂഡിൽസ്. ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ ചട്ടി എടുത്ത് അതിലായിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് ഒഴിക്കേണ്ടത്. മീൻസ് വെളിച്ചെണ്ണ ഒഴിക്കരുത്. നമ്മൾ മറ്റേ ഇതിലാണെങ്കിലും ആ ന്യൂഡിൽസിലാണെങ്കിലും വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഒഴിക്കരുത്. ഇങ്ങനത്തെ ഓയിൽ ഒഴിക്കണം. ബട്ടർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെജീസ് അതിലായിട്ടിട്ട് ഈ വെജീസ് ഇടുമ്പോഴത്തേക്കും നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ. എന്താ വെച്ചാൽ ക്യാരറ്റിന് വേവ് കൂടുതലുമാണ്, മറ്റേ 2 സാധനങ്ങൾക്ക് വേവ് കുറവുമാണ്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ മറ്റേത് കരിയും. അങ്ങനെ നമ്മൾ പെപ്പറും സോൾട്ടും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് ഇളക്കിയിട്ട് അതിലായിട്ട് പിന്നെ നമ്മൾ സോസസൊക്കെ ആയിട്ട് ആഡ് ചെയ്യണത് ടൊമാറ്റോ സോസ്, പിന്നെ അതുപോലെ തന്നെ സോയാ സോസൊക്കെ ആഡ് ചെയ്തിട്ടും പിന്നെയും ഇളക്കി കൊടുക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജീസ് അധികം കുഴഞ്ഞ് മീൻസ് ഭയങ്കരമായിട്ട് വെന്തും പോകരുത്, എന്നാൽ ആ ഒരു ക്രഞ്ചിനെസ്സും ഉണ്ടാവണം. ആ ഒരു സ്റ്റേജ് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ന്യൂഡിൽസ് ഇടണം. ന്യൂഡിൽസ് ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി ഇങ്ങനത്തെ സാധനങ്ങൾ എന്തോ ഇളക്കാനൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ ന്യൂഡിൽസ്. ആ സാധനം ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂണും വെച്ചാട്ട് ഇളക്കണത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ക്യാപ്സിക്കം ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ബീൻസ് ആഡ് ചെയ്യാം, എഗ്ഗ് ആഡ് ചെയ്യാം, ചിക്കൻ ആഡ് ചെയ്യാം. എന്ത് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. ഇത് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അധികം ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത്രയും തന്നെ ഉള്ളെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചായയും കൂടി വെക്കാനേ. ഞാൻ ചായ വെക്കുമ്പോഴത്തേക്കും ആ ചായ വെക്കണം ആ ടൈമിൽ തന്നെ ഞാൻ ചായപ്പൊടിയും അതുപോലെ തന്നെ വേണ്ട പഞ്ചസാര ഇടുക. അപ്പോൾ പഞ്ചസാര നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഇളക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. നോർമലി നമ്മൾ ചായ ഉണ്ടാക്കണ ആ ഒരു ടേസ്റ്റ് തന്നെ തോന്നിയിട്ടുള്ളൂ. എനിക്കറിയത്തില്ല, ഞാൻ ഉണ്ടാക്കണത് ഇങ്ങനെയാണ്. മറ്റേ ടൈപ്പ് ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ എളുപ്പത്തിനാണ് ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലേറ്റിലായിട്ട് ന്യൂഡിൽസ് എടുക്കുകയാണ്, കഴിക്കാനുള്ള ന്യൂഡിൽസ് എടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ കഴിക്കാനിരുന്ന് ഞാൻ ഈ ഫോണിൽ തപ്പണത് എൻ്റെ കുറേ ടൈം പോണത് അങ്ങനെയാണ്. ഞാൻ എന്തെങ്കിലും ഒരു കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം ഫസ്റ്റ് സെറ്റ് ആക്കണമല്ലോ. മീൻസ് ഞാൻ എന്തെങ്കിലും കണ്ടൻറ്റ് കഴിക്കാറുള്ളൂ. ഞാൻ TV ഭയങ്കരമായിട്ട് കുറവാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് കഴിക്കാറുള്ളൂ. ആ വീഡിയോസ് തപ്പാനാണ് എൻ്റെ ടൈം പോണത്. അത് ഞാൻ തപ്പിപ്പിടിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ ഫുഡിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഈ വ്ളോഗും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പണ്ടത്തെ സിനിമയൊക്കെ ആയിട്ട് ആ ഒരു ടൈമിൽ കാണാറ്. പിന്നെ ഞാൻ ടെറസിൽ കയറി നല്ല സൺസെറ്റ്. അയ്യോ, ഈ ടൈമിൽ ബീച്ചിലൊക്കെ പോയ എന്ത് രസമായിരിക്കുമല്ലേ. അങ്ങനെ ഒരു നല്ല ഈവനിങ് ആയിരുന്നു.